ആതിര, ഇന്നലെ സുരേഷ് ഗോപി പുതിയൊരു ജില്ല കൂടി എടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. കെ രാഗേഷിന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞത് ഈ നമ്മൾ എടുക്കാൻ പോകുന്ന ജില്ലയാണെന്ന്. BJPക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയുന്ന ജില്ലയാണോ കണ്ണൂര്? LDFന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജില്ല എന്ന രീതിയിൽ BJPക്ക് ഒരു സ്വാധീനം അവിടെ പുതിയതായി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അത്ഭുതമൊന്നും പ്രകടിപ്പിക്കാനൊന്നുമില്ല. കാരണം ഒരു മാജിക്കൽ മൊമെന്റ് ഒക്കെ പോലെയാണ് പല ജില്ലകളും BJPയുടെ കൈകളിലേക്ക് എത്തുന്നത്. ഒരിക്കലും എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ BJPയുടെ ഒരു ആവിർഭാവത്തിന്റെ അപ്പുറത്തേക്കും ഒരു ഞങ്ങൾ ആ ജില്ല എടുക്കും അല്ലെങ്കിൽ ഭരണത്തിലേക്കൊക്കെ കടക്കുന്ന രീതിയിലേക്ക് BJP മാറുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാതെ സുരേഷ് ഗോപി പറയില്ല. ചിലപ്പോ ഈ കേരളത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാരുടെ ഈറ്റില്ലം എന്ന് പറയുമ്പോൾ തന്നെ കണ്ണൂരാണ് ഒരു പ്രത്യേക സ്നേഹം. കണ്ണൂരുകാരുടെ ഈറ്റില്ലം മാത്രമല്ല, അവിടെ കോൺഗ്രസിന് കുമ്പക്കുടി സുധാകരൻ എന്ന് പറയുന്ന സുധാകരനൊക്കെ ഉള്ളിടത്തോളം കാലം അവിടെ കണ്ണൂർ CPMന്റെ ഈറ്റില്ലമെന്ന് പറയാൻ കഴിയും. അതായത് അവിടുത്തെ കണ്ണൂരിന്റെ MP എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനാണ്, കണ്ണൂരിന്റെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. അവിടുന്ന് കുറേ സ്റ്റേറ്റ് മന്ത്രിമാരും പിന്നെ കുറേ പാർട്ടി ഗ്രാമങ്ങൾ പോലെ അടിയുറച്ച കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന CPMന്റെ ഘടകങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കണ്ണൂർ അങ്ങനെ CPMന് തീരെഴുതി കൊടുക്കാൻ കഴിയുന്ന ഒരു ജില്ലയാണോ? അങ്ങനെ തീരെഴുതി കൊടുക്കുന്നതിന്റെ അപ്പുറത്തേക്കും ഒരുപാട് പാർട്ടി നേതാക്കന്മാരും അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് എത്തിയ നേതാക്കളുടെയും ജില്ലയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. കണ്ണൂരിന് അങ്ങനെ ഒരു ചരിത്രം തന്നെയുണ്ട്. കാരണം കണ്ണൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും പല രീതിയിലുള്ള ഈ രാഷ്ട്രീയ സിനിമകളാണെങ്കിലും അതിനകത്തിലെല്ലാം കണ്ണൂരിനൊരു ഭാഗം കൊടുക്കാൻ പറ്റുന്നത് അവിടെ ഒരു BJPയുടെ ഒരു പ്രത്യേകിച്ച് യാതൊരു രീതിയിലും ചരിത്രത്തിൽ നിന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്രത്തോളം ഒരു ഇൻഫ്ലുവൻസ് BJPക്ക് അവിടെ ഇതുവരെ ഇത്ര കാലങ്ങളായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. ഈ വാർഡ് ഷെയർ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും കണ്ണൂരിലേക്ക് ചെല്ലുമ്പോൾ കോൺഗ്രസ് UDF, കെവിൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF LDF ആ രീതിയിൽ തന്നെയാണ് വോട്ട് നിലകൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. BJPക്ക് ഏതെങ്കിലുമൊക്കെ ശക്തമായ സ്വാധീനം കണ്ണൂർ ജില്ലയ്ക്കകത്തുണ്ട്. നോക്കൂ, ഒരു സമയത്ത് CPMന്റെ സംസ്ഥാന കമ്മിറ്റി CPMനെ കണ്ണൂർ ലോബി വിഴുങ്ങിയിരുന്നു, അല്ലെങ്കിൽ കണ്ണൂർ ലോബിയാണ് CPM ഭരിക്കുന്നത് എന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നത് ഈ ഇടയ്ക്ക് മാറ്റം വന്നിട്ടില്ല. ഇനിയൊരു മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്നുണ്ടാകില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടാകാനായിട്ട് മറ്റ് ഘടകങ്ങൾ സമ്മതിക്കില്ല. എന്നാലും ഇപ്പോൾ KK ശൈലജയുടെ പേരൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത അവർക്കുണ്ടെങ്കിൽ ചിലപ്പോ ഒരു BJP LDF കൂട്ടുകെട്ടായിരിക്കാം ചിലപ്പോൾ അവിടെ രൂപപ്പെടാൻ പോകുന്നത്. നമ്മൾ ഒരുമിച്ചെടുക്കും എന്നൊക്കെയാണ് ആ വീഡിയോയ്ക്കകത്തിൽ ഞാൻ സുരേഷ് ഗോപി പറയുന്നത് കണ്ടിട്ടുള്ളൂ. ഒരുമിച്ചെടുക്കും എന്ന് പറയുമ്പോൾ ഒരു സഖ്യകക്ഷിയെ കൂടി ഇനിയിപ്പോ ആ ഒരു രീതിയിലേക്ക് പ്രചരണമൊക്കെ രണ്ട് രീതിയിലായിരിക്കും. പക്ഷെ വോട്ട് കുത്തി അങ്ങനെ രീതിയിലേക്ക് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൊടുക്കുന്ന രീതിയിലേക്കായിരിക്കും ചിലപ്പോൾ കണ്ണൂർ പോകുന്ന ഒരു അവസ്ഥ. ഏത് രീതിയിലും UDF അവിടെ ഭരിക്കേണ്ട അല്ലെങ്കിൽ UDFൽ നിന്ന് കൂടുതൽ വലിയ വിജയങ്ങൾ അവിടെ ഉണ്ടാവേണ്ട അങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കും ആ ഒരു സഖ്യകക്ഷിയൊക്കെ മുന്നോട്ട് വരാൻ പോകുന്നത്. അതേപോലെ തന്നെ കണ്ണൂർ അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് പാർട്ടി വിരുദ്ധപരമായിട്ടുള്ള മനോഭാവങ്ങളൊക്കെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് തന്നെ രൂപപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇത് കൈവിട്ട് പോവില്ല എന്ന രീതിയിൽ വിശ്വസിച്ച കുറെ ഗ്രാമങ്ങളിലൊക്കെ അങ്ങനെ മാറി ചിന്തിച്ചു തുടങ്ങിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ലോക്സഭ ഇലക്ഷനിൽ തന്നെ കണ്ടായിരുന്നു. പിണറായിയിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ സുധാകരന് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ഇറ്റില്ലങ്ങളൊക്കെ പൊളിഞ്ഞു തുടങ്ങി അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം പാർട്ടിയോടുള്ള അനുഭാവത്തിന്റെ അപ്പുറത്തേക്കും ഭരിക്കുന്ന ആൾക്കാരോട് ഒരു വിരുദ്ധ വികാരങ്ങളൊക്കെ രൂപപ്പെട്ടതിന്റെ ഒരു അടിസ്ഥാനമാണ്. നമുക്കറിയാം, അവസാനമായി MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അതായത് സദാനന്ദൻ മാസ്റ്ററെ പോലുള്ള RSSന്റെ വലിയ കേഡറുകൾ അവിടെ നിന്ന് ലോക്സഭയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അപ്പോൾ അത്രത്തോളം BJP അല്ലെങ്കിൽ RSS പ്രാധാന്യം കൽപ്പിക്കുന്ന ജില്ലകളിൽ ഒന്നാണ് കണ്ണൂർ എന്ന് പറയുന്നത്. സുരേഷ് ഗോപി അങ്ങനെ വെറുതെ ഒരു ഇൻഫർമേഷനും ലഭിക്കാതെ തമാശയ്ക്കൊന്നും KK രാഗേഷിനെ പോലൊരു CPM നേതാവിന്റെ അടുത്ത് ഞങ്ങൾ അങ്ങ് എടുക്കും എന്ന് വെറുതെ അങ്ങ് പറയുമോ? തൃശ്ശൂരിൽ ഒരു തവണ ഒരു ട്രോള് കിട്ടിയ സ്ഥിതിക്ക് തൃശ്ശൂർ ഞാൻ എടുക്കുമെന്ന് 2 തവണ അദ്ദേഹം പറഞ്ഞു. 3ാമത്തെ തവണ പുള്ളി എടുത്തു. ആദ്യത്തെ തവണ പറഞ്ഞു, 2ാമത്തെ തവണ ശക്തമായി വന്ന് പറഞ്ഞു, ആ തവണ തോറ്റുപോയി. 3ാമത്തെ തവണ പക്ഷേ സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർ തിരുവനന്തപുരം എടുക്കുമെന്ന് പറഞ്ഞു. വേറെ ജില്ലകളൊന്നും സുരേഷ് ഗോപി വന്ന് ഞാൻ എടുക്കുമെന്ന് പറയുന്നത് ഞാൻ കേട്ടില്ല. തിരുവനന്തപുരത്തെ പറ്റി വലിയ രീതിയിൽ പറയുന്നുണ്ട്. ഞങ്ങൾ തൃശ്ശൂർ വന്ന പോലെ തന്നെ തിരുവനന്തപുരം എടുക്കുമെന്ന് പറഞ്ഞു. തദ്ദേശം വന്നപ്പോൾ തിരുവനന്തപുരം തൂത്തുവാരുന്ന സാഹചര്യത്തിലേക്ക് BJP വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ കണ്ണൂർ എടുക്കാൻ പോകുക എന്ന് പറയുമ്പോൾ നിയമസഭയിൽ കണ്ണൂര് വലിയ രീതിയിൽ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ട ആ ഒരു വോട്ട് ഷെയർ കൂടുന്ന രീതിയിലേക്ക് കണ്ണൂര് നല്ല രീതിയിലേക്ക് BJP വരികയാണെങ്കിൽ അവിടെ CPMന്റെ സഹായമില്ലാതെ അവർക്ക് അങ്ങനെ സാധ്യമാവുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ BJPക്ക് വേണ്ടിയിട്ടുള്ള
ഈ പറയുന്ന രീതിയിൽ പോസ്റ്റർ അടിക്കുന്ന ചിലപ്പോൾ CPM-കാരായിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല ഏത് രീതിയിലാണ് അവിടെ. പക്ഷെ അപ്പോഴൊരു സംശയമില്ലേ, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ പറയുന്നത് മുണ്ടെടുത്ത മോഡിയാണ് പിണറായി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി, ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ശ്രദ്ധിച്ചിരുന്നോ? അതായത് കുറച്ചു കാലങ്ങളായിട്ട് സംഘപരിവാറിനെതിരെയും RSSനെതിരെയും കടന്നാക്രമണം ഇല്ലാതിരുന്ന മുഖ്യമന്ത്രി ഇന്നലെ ഇവിടുത്തെ ഈ പാലക്കാട് കരോളിന് നേരെ RSSകാർ നടത്തിയ അക്രമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതായത് RSS കേരളത്തെ മലീനവസമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, വർഗീയ ശക്തികളായി ഉയരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ധൈര്യം ആർജിക്കാൻ എല്ലാവരും ഉയർന്ന വിമർശനമാണ്. അതായത് RSSന്റെ പോക്കറ്റിൽ ഇരിക്കുകയാണ് അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാവ് എന്നൊക്കെ പറഞ്ഞു. അതിനെ പൊളിക്കുന്ന രീതിയിലുള്ള ഒരു ആർജവത്തോടു കൂടിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നില്ല ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയത്. ഒന്നാമത്തെ വിഷയം, ഇതിനു മുൻപും പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഈ പറയുന്ന രീതിയിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ്. മുട്ടിയപ്പോൾ വാ തുറന്നു എന്നുള്ളതാണ് അവസ്ഥ. അല്ല, ആ രീതിയിൽ തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇയാൾക്ക് ഇന്ന് വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞുകൂടെ എന്ന് തോന്നിപ്പോകുന്ന പല സന്ദർഭങ്ങളും ഇവിടെ ഉണ്ടായ സാഹചര്യത്തിൽ പോലും മുഖ്യമന്ത്രി പ്രത്യേകിച്ച് പ്രതികരണങ്ങളിലൊന്നും വന്നിട്ടില്ല. മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെങ്കിൽ പോലും പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ പാർട്ടിയുടെ തന്നെ നേതൃസ്ഥാനത്തിൽ ഇരിക്കുന്ന ഒരാൾ പോലും പ്രതികരിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന രീതിയിൽ പ്രസ് മീറ്റിനകത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു RSSനെതിരെ കടന്നാക്രമണം ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ, ആകെ കണ്ടിട്ടുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷത്തെ പറയുന്ന മാത്രമാണ് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്കും അന്നും ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല? അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും കാലം ഈ പറയുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ RSSന്റെ കയ്യിലാണോ, പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു, കുഴപ്പമില്ല, ഇനി ഈ ഒരു ടൈം പീരീഡിൽ ഇങ്ങനെയൊക്കെ നടക്കും, ഇപ്പൊ ഒന്നും പറയാൻ പാടില്ല, അങ്ങനെ ഒരു രീതിയിൽ. കാരണം പല രീതിയിൽ ഇപ്പോ PM ശ്രീ വന്ന സമയത്ത് അതേപോലെ ഒരുപാട് രീതിയിൽ നമ്മൾ പ്രത്യേകിച്ച് കേന്ദ്രവുമായി ഒരു ബന്ധവും സംസ്ഥാന സർക്കാരിന് പാടില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പ്രത്യേക കേന്ദ്രത്തിനെ ഇന്നലെ കടന്നാക്രമിക്കുന്നത്, അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനക്കമ്മി അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഫണ്ടുകളെല്ലാം കേന്ദ്രത്തെയും RSSനെയും ഒക്കെ കടന്നാക്രമിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശൈലിയാണ് കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞത്. ഇതുവരെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ എല്ലാവരും പറഞ്ഞു, ഇപ്പം മകളുടെ എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട്, മകന്റെ ED കേസുമായി ബന്ധപ്പെട്ട്, മുഖ്യമന്ത്രിയുടെ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്താതിരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ മുഖ്യമന്ത്രിയും CPM-ഉം BJP-യുമായി ഒരു സെറ്റിൽമെന്റിന് തയ്യാറായത് കൊണ്ടാണ് സംസ്ഥാനത്ത് BJPക്ക് ഇത്തരത്തിലുള്ള വേരോട്ടം ഉണ്ടായത്. പക്ഷെ അതിനെല്ലാം കണ്ടിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലായിരുന്നു ഇന്നലെ നടത്തിയത് എന്നുള്ളത്. അങ്ങനെ പറയുകയാണെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം വന്ന് പറഞ്ഞാണെന്ന് പറയാം. കാരണം ഈ അടുത്ത കാലത്ത് ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു സെറ്റിൽമെന്റിലേക്ക് കടക്കുകയാണ്, കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേകിച്ച് അന്വേഷണങ്ങളൊന്നും വരില്ല, SIT അന്വേഷണങ്ങളാണെങ്കിലും അത്തരം അന്വേഷണങ്ങളിലൊക്കെ തൊണ്ടി മുതൽ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ തൊണ്ടി മുതൽ കണ്ടെത്തിയില്ല, അതുകൊണ്ട് കേസ് തള്ളിക്കളയുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക്, ഒരു സെറ്റിൽമെന്റിലേക്ക് ആയിരിക്കാം ഈ പറയുന്ന രീതിയിൽ കേന്ദ്രവും നമ്മുടെ സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് അതായിരിക്കാം. അതുകൊണ്ട് തന്നെ ആർക്കും സംശയമൊന്നും തോന്നാതിരിക്കാൻ ഞങ്ങൾ തമ്മിൽ ശത്രുക്കളാണെന്ന് പുറമേ നിന്ന് പറയുകയും അതേപോലെ ഇരുട്ടിന്റെ മറവിൽ ഒരുമിച്ചിരുന്ന് മദ്യസേവ നടത്തുന്ന രീതിയിൽ അത്തരത്തിലൊരു എന്നുവെച്ചാൽ പിന്നീട് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ ശത്രുക്കളാണ്, അല്ലാതെ ഞങ്ങൾ മിത്രങ്ങളാണ്, ആ രീതിയിൽ തമ്മിൽ എല്ലാവർക്കും ലാഭം കിട്ടണം എന്നൊരു രീതിയിൽ എനിക്ക് തോന്നുന്നു നിയമസഭയായിരിക്കാം ചിലപ്പോൾ ഈ എഗ്രിമെന്റിന്റെ ഒരു പ്രധാന പങ്ക് കൊടുക്കാൻ പോകുന്നത്. അത് ഏത് രീതിയിലാണെന്നുള്ളത് വരും ഇലക്ഷൻ കാലങ്ങളിലും ഇനി വരാൻ പോകുന്ന പ്രസ് മീറ്റുകളിലും പ്രതീക്ഷിക്കാം. ഇനി ഒരു കൂടുതലായിട്ടും മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.